അഴിമതിക്കാരോട് നോ കോംപ്രമൈസ്. യു.ഡി.എഫ് സർക്കാരിന്റെ ഈ നിലപാട് ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കശുവണ്ടി അഴിമതി കേസിലെ പ്രതിയായ IAS ഉദ്യോഗസ്ഥൻ കെ രതീഷിനെ സുപ്രധാന പദവികളിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് സതീശൻ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലുണ്ടായ സംഭവവികാസങ്ങൾ സർക്കാരിന് വലിയ നാണക്കേട് സൃഷ്ടിച്ചു എന്നതിൽ തർക്കമില്ല. ഇതാണ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത്. രതീഷിനോട് നിലവിൽ വഹിക്കുന്ന സുപ്രധാന പദവികൾ രാജിവെക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ ഖാദി ബോർഡിന്റെ സെക്രട്ടറി സ്ഥാനം രതീഷ് രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. രതീഷിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് സതീശൻ നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റത് തന്നെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചായിരുന്നു. അത് കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അഴിമതിയായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള കേസിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ ചന്ദ്രശേഖരനും MD കെ രതീഷുമാണ് പ്രതികൾ. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും അന്നത്തെ പിണറായി സർക്കാർ നൽകിയിരുന്നില്ല. അത് കോടതിയലക്ഷ്യ കേസായി മാറുകയും ചെയ്തു. അതും യു.ഡി.എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് പരിഹാരമായത്. യു.ഡി.എഫ് അധികാരമേറ്റാൽ പ്രോസിക്യൂഷന് അനുമതി നൽകുമോ എന്നതായിരുന്നു ഒരു പ്രധാന ചോദ്യം. കാരണം കേസിലെ പ്രതികളിൽ ഒരാളായ ചന്ദ്രശേഖരൻ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC സംസ്ഥാന അധ്യക്ഷനാണ്. എന്നാൽ രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിധി അനുസരിച്ചുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും സ്വീകരിച്ചത്. അങ്ങനെ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ സർക്കാർ ശക്തമായ തീരുമാനമെടുത്തു. പിണറായി പ്രോസിക്യൂഷന് അനുമതി കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, ഗുരുതര അഴിമതി കേസിലെ പ്രതിയായ കെ രതീഷ് എന്ന IAS ഉദ്യോഗസ്ഥന് കൂടുതൽ സുപ്രധാന പദവികൾ നൽകുകയും ചെയ്തിരുന്നു. യു.ഡി.എഫ് സർക്കാർ ഭരണമേറ്റപ്പോൾ രതീഷ് ഖാദി ബോർഡ് സെക്രട്ടറി, റുട്രോണിക്സ് MD സ്ഥാനവും ഖാദി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനവും വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രതീഷിന്റെ ഈ നിയമനങ്ങൾ ചോദ്യം ചെയ്തുള്ള ഒരു ഹർജി പരിഗണിച്ച ഹൈക്കോടതി ശക്തമായ വിമർശനം ഇക്കാര്യത്തിൽ ഉയർത്തിയിരുന്നു. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ സുപ്രധാന പദവികളിൽ ഇരുത്തിയിരിക്കുന്നത്? ഇതെങ്ങനെ സാധിക്കും എന്നാണ് കോടതി ചോദിച്ചത്. മാത്രവുമല്ല, അഴിമതി നടത്താൻ നല്ല സാധ്യതയുള്ള പദവികളാണല്ലോ ഉള്ളതെന്ന് പരിഹസിക്കുകയും ചെയ്തു കോടതി. 4 ആഴ്ചയ്ക്കകം കേസ് പരിഗണിക്കുമ്പോൾ മറുപടി നൽകാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണമാണ് രതീഷ് നേരിടുന്നത്. അഴിമതി ആരോപണം ഉയർന്നത് മുതൽ ഈ ഉദ്യോഗസ്ഥനെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി സ്വീകരിച്ചിരുന്നത്. ആരോപണത്തിന്റെ പേരിൽ ഒരു സ്ഥാനവും രതീഷിന് നഷ്ടമായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സുപ്രധാന പദവികൾ നൽകുകയും ചെയ്തു. ഇതിപ്പോൾ അഴിമതി ആരോപണത്തിന് പിന്നാലെ ആദ്യമായാണ് രതീഷിനെതിരെ ഒരു സർക്കാർ നടപടി ഉണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയം. വി.ഡി. സതീശന്റെ കർശന ഇടപെടലും നിർദ്ദേശവുമാണ് രതീഷിന്റെ രാജിക്ക് പിന്നിലെന്നതിൽ സംശയമില്ല. അങ്ങനെ അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ യു.ഡി.എഫ് സർക്കാർ നൽകിയിരിക്കുന്നത്.